അടിസ്ഥാനപരമായിട്ടേ ഈ ഫ്ലാറ്റ് ജീവിതം എന്ന് പറയുന്നത് വളരെ രസകരവും ആനന്ദകരവുമാണ് എന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഒരു തരം വൃത്തികെട്ട ഏകാന്തത വന്ന് നമ്മളെ പുതപ്പിട്ട് മൂടും. ആ സമയത്ത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു നാഗവല്ലിയെ പോലെ ചിരങ്കി അടിഞ്ഞ് നേരെ അടുക്കളയിൽ കയറും. പിന്നെ ഫുള്ള് തോന്നുന്നതും തോന്നാത്തതുമായിട്ടുള്ള സകലമാന പണികളും അങ്ങോട്ട് ചെയ്യും കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ആ പുതപ്പിട്ട ഏകാന്തത ഇല്ലേ, അത് തലയും മൂടിക്കെട്ടി പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയ്ക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്തേക്കുള്ള സാധനങ്ങളാണ്. ചെറുപയർ പിള്ളേർക്ക് രാത്രി കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുതിർക്കാൻ വെച്ചതാണ്. പിന്നെ പച്ചരി നമുക്ക് നാളേക്കുള്ളതാണ്. പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ മാവും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ എന്നിട്ട് തുടച്ചിട്ട് പിന്നെ കുറച്ച് നേരം പോയിട്ട് റെസ്റ്റ് എടുക്കും കേട്ടോ. ഏകാന്തത ഏതായാലും കണ്ടം വഴി ഓടിയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് റെസ്റ്റ് ആവാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വൈകുന്നേരം ആവാറാകുമ്പോഴേക്കും തിരിച്ച് കയറുകയാണ്. പിള്ളേർ വരുമ്പോഴേക്കും സാധനം സെറ്റാക്കണമല്ലോ. അപ്പോൾ ആദ്യത്തെ പരീക്ഷണം ആയതുകൊണ്ട് തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് നമ്മളെ ശ്രീധന ചട്ടിയാണേ, കല്യാണം കഴിയുമ്പോൾ കിട്ടൂലേ ആ കൂട്ടത്തിലുള്ള ചട്ടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് 10 കൊല്ലത്തിന് ശേഷം ഇതിൽ സ്വന്തമായിട്ടൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമമെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ പച്ചരിയൊന്നും കുതിർക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുറച്ച് റവയും കുറച്ച് മൈദപ്പൊടിയും കുറച്ച് നമ്മുടെ അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിന് കണ്ണും മൂക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല കറുമുറുമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഏകാന്തതയെ കണ്ടം വഴി ഓടിച്ചു വിടുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.